ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നലത്തെ ക്ലാസിന്റെ തുടർച്ച. കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ. കബുറ വലുതായിരിക്കുന്നു. മഖ്തൻ, മഖത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച വാക്കാണല്ലോ. പിന്നെ അള്ളാഹുവിന്റെ കടുത്ത കോപം, കോപത്താൽ വലുതായിരിക്കുന്നു എന്നാണ് വാക്കിന്റെ അർത്ഥം. ഇൻദല്ലാഹി, അള്ളാഹുവിന്റെ അടുത്ത്. അൻ തഖൂലു, നിങ്ങൾ പറയുക എന്നത്. മാ ലാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്തത്, നിങ്ങൾ ചെയ്യാത്തത്. ഒന്നുകൂടി, കബുറ മഖ്തൻ ഇൻദല്ലാഹി, അള്ളാഹുവിന്റെ അടുത്ത് കോപത്താൽ വലുതായിരിക്കുന്നു. അൻ തഖൂലു മാ ലാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് പറയുക എന്നത്. എന്താ പറഞ്ഞത്? മുകളിൽ പറഞ്ഞതിന്റെ വിശദീകരണമാണ്. പ്രവർത്തിക്കാത്തത് പറയുക എന്നത് സ്വന്തം നിലയിൽ ഗുരുതരമായ തെറ്റാക്കുന്നു. അഥവാ വാക്ക് പറഞ്ഞിട്ട് ലംഘിക്കുക, അനുസരിക്കാമെന്ന് പറഞ്ഞിട്ട് അനുസരിക്കാതിരിക്കുക. അതുപോലെ മുനാഫിഖിന്റെ ലക്ഷണമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിലുണ്ടല്ലോ, വൈദാ വഅദ അഖ്ലഫ, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും. വൈദതുമിന ഖാന, വിശ്വസിച്ചേൽപ്പിച്ചാൽ വഞ്ചിക്കും. വൈദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കള്ളം പറയും. വൈദാ ഖാസമ ഫജറ, തെറ്റിയാൽ ചീത്ത വിളിക്കും. ഇതൊക്കെയാണ് മുനാഫിഖിന്റെ ലക്ഷണങ്ങൾ. ഇത് അള്ളാഹുവിന് വലിയ ദേഷ്യമാണെന്നാണ് പറഞ്ഞത്. മഖത്ത് എന്നുള്ള വാക്ക് നേരത്തെ നമ്മൾ സൂറത്തു നിസായിൽ തന്നെ, വലാ തൻകിഹു മാ നകഹ ആബാഉക്കും മിനൻ നിസാഇ ഇല്ലാ മാ ഖദ് സലഫ് ഇന്നഹു കാന ഫാഹിഷതൻ വ മഖ്തൻ വസാഅ സബീല. നിങ്ങളുടെ പിതാക്കന്മാർ വിവാഹം ചെയ്തതിനെ നിങ്ങൾ വിവാഹം ചെയ്യരുത്, കഴിഞ്ഞുപോയതൊഴികെ. അത് മഹാമ്ലേച്ഛവൃത്തിയും പിന്നെ മഖ്തുമാകുന്നു. അഥവാ അൽ ബുഗ്ളു ശദീദ്, കടുത്ത കോപം, അള്ളാഹുവിന്റെ കടുത്ത കോപം വിളിച്ചു വരുത്തുന്ന സംഗതിയാകുന്നു എന്നാണ് അവിടെ പറഞ്ഞതിന്റെ അർത്ഥം. ഇവിടെ മഖ്ത് എന്ന് മാത്രമല്ല പറഞ്ഞു. പ്രവർത്തിക്കാത്തത് പറയുക എന്നത് മഖ്താണ് അള്ളാഹുവിന്റെ അടുത്ത് എന്നല്ല പറഞ്ഞത്. മഖ്ത് എന്ന നിലയിൽ വലിയതായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വല്ലാത്ത മഖ്താണ്, വല്ലാത്ത കോപമാണ് അള്ളാഹു തആലാക്ക് ഇങ്ങനെ പ്രവർത്തിക്കാത്തത് പറയുന്നവരോട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. വിശദീകരണം ഞാൻ മുകളിലെ ആയത്തിന്റെ കൂടെ പറഞ്ഞു. വാക്ക് ലംഘിക്കുക, അതുപോലെ അനുസരിക്കാമെന്ന് പറഞ്ഞിട്ട് അനുസരണക്കേട് കാണിക്കുക, യുദ്ധത്തിന് ചെല്ലാമെന്ന് പറഞ്ഞിട്ട് യുദ്ധത്തിന് ചെല്ലാതിരുന്നാലുണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് ആലോചിച്ചാൽ അറിയാം. ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഇത് ഇങ്ങനെയൊക്കെയുള്ള ധിക്കാരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഇത് പറയുന്നത് അള്ളാഹുവിന്റെ അടുത്ത്. വേറെയുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്, പരലോകത്ത് മഹ്ശറിൽ ഈ വയറ്റിലുള്ള പെട്ടിയും കുടലും ഒക്കെ പുറത്തു ചാടിയിട്ട് അതിങ്ങനെ വലിച്ചഴിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യന്റെ കൂടെ ചുറ്റും ആളുകൾ കൂടും. എന്നിട്ട് അവർ ചോദിക്കും, താങ്കൾക്ക് എന്തു പറ്റി? താങ്കൾ ഞങ്ങളെയൊക്കെ നന്മ ഉപദേശിക്കുന്ന ആളായിരുന്നല്ലോ. അപ്പോ അയാൾ പറയും, ഞാൻ നിങ്ങളോടൊക്കെ നന്മ ഉപദേശിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഞാനത് ചെയ്യാറുണ്ടായിരുന്നില്ല, അതാണ് എനിക്ക് ഈ ഗതി വന്നത് എന്ന് പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ കഴിയും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ പ്രവർത്തിക്കാത്തത് മറ്റുള്ളവരെ ഉപദേശിക്കുക എന്നത് അത് സ്വന്തം നിലയിൽ വലിയ അപരാധമായിട്ടാണ് അള്ളാഹു തആല കാണുന്നത്. എന്നാൽ അത് പരിഹരിക്കേണ്ടത് പിന്നെ മറ്റുള്ളവരോട് കൽപ്പിക്കുന്നത് സ്വയം നിർവഹിച്ചുകൊണ്ടാണ്, അല്ലാതെ
പറയല് നിർത്തിക്കൊണ്ടല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അടുത്ത ആയത്ത്, ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫാ കഅന്നഹും ബുനിയാനും മർസൂസ്. ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു, യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടുന്നു, അല്ലദീന യുഖാതിലൂന യുദ്ധം ചെയ്യുന്നവരെ, ഫീ സബീലിഹി അവന്റെ മാർഗത്തിൽ, സഫാ അണിയായി നിന്നുകൊണ്ട്, കഅന്നഹും അവരാണെന്നതുപോലെ, ബുനിയാനുൻ കെട്ടിടം, ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു മതിൽക്കെട്ട്, മർസൂസ് ഭദ്രമായി നിർമ്മിക്കപ്പെട്ട. ഒന്നുകൂടി, ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫാ, അല്ലാഹു അവന്റെ മാർഗത്തിൽ അണിയായി നിന്ന് യുദ്ധം ചെയ്യുന്നവരെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു. കഅന്നഹും ബുനിയാനും മർസൂസ് അവർ ഭദ്രമായി നിർമ്മിക്കപ്പെട്ട ഒരു മതിൽക്കെട്ട് പോലെയുണ്ട്. മുകളിൽ പറഞ്ഞ വിഷയത്തിന്റെ തുടർച്ചയാണ്. സത്യവിശ്വാസികളെ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് പറയരുത്, അഥവാ പാലിക്കാൻ കഴിയാത്ത വാക്കുകൾ കൊടുക്കരുത്, കൊടുത്ത വാക്കുകൾ പാലിക്കണം. അത് ഏറ്റവും വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ് യുദ്ധം എന്ന് പറയുന്നത്. ബനി ഇസ്രായേല്യര് അടുത്ത ആയത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്, മൂസ അലൈഹി സ്വലാമിനോട് ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില, നീയും അള്ളിയും പോയി അങ്ങ് യുദ്ധം ചെയ്തോ എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. സൂറത്തുൽ മാഇദയിലാണ് നമ്മളത് പഠിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ബദറിൽ അവര് നേരെ തിരിച്ചു പറയുന്നുണ്ട്, അങ്ങനെ ഞങ്ങൾ പറയില്ല, പകരം ഇന്നാ മഅകുമാ മുഖാത്തിലൂൻ, അള്ളാഹുവിനോടും റസൂലിനോടൊപ്പം ഞങ്ങളും യുദ്ധം ചെയ്യുകയാണ് എന്നേ ഞങ്ങൾ പറയുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അതിന്റെ അടുത്ത കൊല്ലമാണ് ഉഹദ്, അതിന്റെ അടുത്ത കൊല്ലമാണ് ബദറു സുഗ്റ, ചെറിയ ബദർ. ഉഹദിൽ നിന്ന് പോകുമ്പോ അബൂ സുഫിയാന് അടുത്ത വർഷം ബദറിൽ വെച്ച് കാണാൻ നമുക്ക് എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയത്. പിറ്റേ കൊല്ലം ആ സമയമായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രംഗത്ത് വന്നു ബദറിലേക്ക് പുറപ്പെടാൻ വേണ്ടിയിട്ട്. അതില് സഹാബിമാര് തന്നെ ഈ ഉഹദിൽ തോറ്റതിന്റെ ഹാങ് ഓവറിൽ ഒരൽപ്പം മന്ദീഭാവം കാണിച്ചു, സന്നദ്ധരായി ഇങ്ങ് രംഗത്ത് വരാൻ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നിങ്ങൾ ആരും വന്നില്ലെങ്കിൽ മുഹമ്മദ് ഒറ്റയ്ക്ക് പോകുന്നു. അതുപോലെ ഖന്തക് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സൂറത്തുൽ അഹ്സാബിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, അല്ലാഹു തആല സൂചിപ്പിക്കുന്നുണ്ട് യുദ്ധത്തിൽ നിന്ന് മുക്തരാകാൻ, അവിടെ അതിൽ നിന്ന് ഒഴിവായി കിട്ടാനൊക്കെയുള്ള പലതരം ന്യായങ്ങൾ. ഇന്ന ബുയൂതന ഔറത്തുൻ, ഞങ്ങളുടെ വീടുകൾ പ്രശ്നമാണ് എന്നൊക്കെ ഒഴിവുകഴിവ് പറഞ്ഞ ആളുകൾ. സൂറത്തു നൂറിന്റെ അവസാനത്തിൽ കാണാം, അത് യഅലമുല്ലാഹു അല്ലദീന യതസല്ലലൂന മിൻകും ലിവാദ, നിങ്ങളിൽ തന്ത്രത്തിൽ ഊരിച്ചാടുന്ന ആളുകളെ അള്ളാഹുവിനറിയാം. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ദുർബല വിശ്വാസികളും കപടന്മാരും അവരുടെയൊക്കെ പെരുമാറ്റത്തിന്റെ പശ്ചാത്തലത്തിലാണ് അല്ലാഹു തആല സത്യവിശ്വാസികളെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്നത്, അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നു, അവരല്ലാഹുവിന്റെ മാർഗത്തിൽ അണിയായി നിന്ന് യുദ്ധം ചെയ്യുന്നവരാണ്. പറഞ്ഞതിന്റെ അർത്ഥം യുദ്ധം ചെയ്യുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടൂ എന്നല്ല, പകരം യുദ്ധത്തിൽ ഭദ്രത വേണം എന്നാണ്, അച്ചടക്കം വേണം. ആ അച്ചടക്കമില്ലായ്മയാണ് ഉഹദിൽ ദുരനുഭവങ്ങൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് അല്ലാഹു തആല പുകഴ്ത്തി പറയുന്നത് വളരെ ഈ സൈന്യത്തിന്റെ രീതി നമുക്കറിയാലോ. സൈന്യം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കല്യാണത്തിന് പോകുന്നത് പോലെ എല്ലാവരും കൂടി അങ്ങ് പോകലല്ല, പകരം ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ പ്ലാറ്റൂണ് ഒക്കെ ആയിട്ട് മാർച്ച് ചെയ്ത് അടിവെച്ച് ഒരു യന്ത്രം കണക്കെ പോകുകയാണ് ചെയ്യുക.
കാരണം അത് യുദ്ധത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഈ സഫൻ എന്ന് പറയുന്നത്. എന്നിട്ട് അവരെങ്ങനെയുണ്ട്? കഅന്നഹും ബുനിയാനും മർസൂസ്, അവർ വളരെ ഭദ്രമായി നിർമ്മിക്കപ്പെട്ട ഒരു കെട്ടിടത്തെ പോലെയുണ്ട്. മർസൂസ് എന്ന് പറഞ്ഞാല് ഓരോ കല്ലും മറ്റതിനോട് ചേർത്ത് വെച്ചിട്ടാണല്ലോ നമ്മൾ ചുമര് കെട്ടുക. സത്യവിശ്വാസികളുടെ സമൂഹത്തെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. അഥവാ ഇത് യുദ്ധത്തിൽ മാത്രം വേണ്ടതല്ല, പകരം അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാനി യശുദ്ദു ബഅലുഹു ബഅലൻ. സത്യവിശ്വാസികൾ പരസ്പരം, ഒരു മുഅ്മിന് തന്റെ മറ്റൊരു സഹോദരനോട് ഒരു കെട്ടിടം പോലെയാണ്. അതിലെ ഓരോ കല്ലും ഓരോന്നിനും മറ്റതിന് താങ്ങായിരിക്കും. ഓരോന്നും പരസ്പരം ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുക. ഇങ്ങനെ ശക്തിപ്പെടുത്തുന്ന തരത്തിലാണ് സത്യവിശ്വാസികളുടെ സാമൂഹ്യ ബന്ധം ഉണ്ടാവേണ്ടത് എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ മൻ ഫാറഖൽ ജമാഅത്ത ശിബ്റൻ ഫഖദ് ഖലഅ റിബ്ഖത്തൽ ഇസ്ലാമി മിൻ ഉനുഖിഹി. ആരെങ്കിലും അൽ ജമാഅത്തിൽ നിന്ന് ഒരു ചാൺ അകന്നു നിന്നാൽ അവൻ ഇസ്ലാമിന്റെ കയറ് പെരടിയിൽ നിന്ന് അഴിച്ചു വെച്ചു എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. ഇങ്ങനെ ഇസ്ലാമിന്റെ സാമൂഹ്യ ഭദ്രതയുടെ മുഴുവൻ അടിത്തറയാണ് ഈ പറഞ്ഞ കഅന്നഹും ബുനിയാനും മർസൂസ് എന്ന് പറഞ്ഞത്, ചിന്നിച്ചിതറത്. അതേ തത്വം ആവിഷ്കരിച്ചതാണ് നമസ്കാരത്തിൽ. നമസ്കാരം ഒരു ആത്മീയ അനുഷ്ഠാനമായിട്ടാണല്ലോ നമുക്ക് തോന്നുക. പക്ഷേ അല്ലാഹു തആലാക്ക് അത് അങ്ങനെയല്ല. 1000 പേർക്ക് നമസ്കരിക്കാൻ സൗകര്യമുള്ള പള്ളിയിൽ 10 ആള് നമസ്കരിക്കുകയാണെങ്കിലും തൂണുകൾ തന്നെ ചിലപ്പോൾ അതിൽ കൂടുതൽ ഉണ്ടാകും. ചേർന്ന് തൊട്ട് ഇമാമിന്റെ തൊട്ട് പിറകിൽ സഫായി നിന്ന് വേണം നമസ്കരിക്കാൻ. സ്ഥലമില്ലാത്തത് കൊണ്ടല്ല, പകരം അങ്ങനെയാണ് സമൂഹം വേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ്. അതുപോലെ ഇമാമ് കുനിയുമ്പോ കുനിയുക, നിവരുമ്പോ നിവരുക. ഇമാമിന്റെ മുമ്പ് ഉയരുന്നവന്റെ തല കഴുതയുടെ തലയാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമസ്കാരത്തിലെ സഫിന്റെ വിഷയം ഖുർആൻ വ്യാഖ്യാതാക്കള് മിക്കവരും ഈ ആയത്തിന്റെ തഫ്സീറിൽ ചർച്ച ചെയ്യുന്നത് കാണാൻ കഴിയും. ഇത് നമസ്കാരത്തിൽ വേണ്ടതാണ്, ഇത് ജീവിതത്തിൽ വേണ്ടതാണ്. നമസ്കാരത്തിൽ ഉണ്ടെങ്കിലേ അത് ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ. നമസ്കാരത്തിൽ കുറിച്ച് പറഞ്ഞില്ലേ റസൂലുള്ളാഹി, വിടവുണ്ടായാൽ അവന്റെ അടുത്ത് ഞാൻ നിൽക്കില്ല എന്ന മനസ്ഥിതി നമസ്കാരത്തിൽ ഉണ്ടായാൽ പിശാച്ച് കയറും. നമസ്കാരത്തിൽ പിശാച്ച് കയറിയ പിന്നെ സമൂഹത്തിൽ പിശാച്ച് വാഴും. യസ്തഹ്വിദു അലൈഹിമു ശൈത്താൻ, പിശാച്ച് അവരെ ഭരിക്കും. അങ്ങനെ പിശാച്ച് ഭരിച്ചാൽ പിന്നെ യുദ്ധത്തിൽ ഉണ്ടാവില്ലല്ലോ ഒരിക്കലും. അത്തരം ഒരു സമൂഹത്തിന് വിജയിക്കാനിട്ട് കഴിയുകയുമില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പ്രത്യേകം എടുത്തു പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രാമധ്യേ വിശ്രമിക്കാൻ വേണ്ടി മരുഭൂമിയിൽ താമസിക്കും അനുയായികളോടൊപ്പം, യുദ്ധം കഴിഞ്ഞൊക്കെ വരുന്ന വഴിയിൽ തന്നെ. അങ്ങനെ സഹാബിമാര് വിശാലമായ മരുഭൂമിയിൽ ഓരോരുത്തരും അകലങ്ങളിൽ പോയി കിടക്കുമായിരുന്നു. അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇയ്യാക്കും വൽ ജമാഅ, നിങ്ങൾ അൽ ജമാഅത്തായിരിക്കുവാൻ ശ്രദ്ധിക്കുക. മൻ ശദ്ദ ശുദ്ദ ഫിന്നാർ, ഒറ്റപ്പെട്ടവൻ നരകത്തിലേക്കാണ് ഒറ്റപ്പെടുക. അതുപോലെ ഒറ്റപ്പെട്ടവനെയാണ് ആദ്യം പിശാച്ച് പിടിക്കുക. ഒറ്റപ്പെട്ട ആടിനെയാണ് ആദ്യം ചെന്നായ പിടിക്കുക എന്നതുപോലെ പിശാച്ച് വിശ്വാസികളുടെ ചെന്നായയാകുന്നു എന്നൊക്കെ പറഞ്ഞു. അതില് സഹാബിമാര് പറയാണ്, അതിന്റെ ശേഷം ഞങ്ങള് ഒന്നിച്ചേ കിടക്കാറുണ്ടായിരുന്നുള്ളൂ. ഒരു വലിയ വിരിപ്പ് കൊണ്ടുവന്നാൽ ഞങ്ങളെ എല്ലാവരെയും ഒന്നിച്ചു മൂടാൻ പറ്റുമായിരുന്നു. അങ്ങനെ ചേർന്നാണ് മരുഭൂമിയിൽ കിടക്കുകയാണെങ്കിലും ഞങ്ങൾ കിടക്കുക. ഇതൊക്കെ പഠിപ്പിച്ചു തരുന്നത് ഉമ്മത്തു മുസ്ലിമ എന്ന് പറയുന്നത് ഒരു നേതൃത്വവും അതിൻ്റെ കീഴിൽ വളരെ ഭദ്രമായി ഐക്യപ്പെട്ട ഒരു സമൂഹവും എന്ന നിലയിലാണ് ഉണ്ടാവേണ്ടത് എന്നാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ഗതികേടുകളുടെയും യഥാർത്ഥ കാരണം
ഇങ്ങനെയല്ല. ഒന്ന്, നമുക്കൊരു നേതൃത്വമില്ല. രണ്ട്, മുസ്ലിങ്ങൾ തമ്മിൽ ഒരുമയുമില്ല. ബുനിയാനും മർസൂസ് അല്ല. ഇപ്പൊ നമ്മുടെ സ്ഥിതി എന്ന് പറഞ്ഞാല് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ ടിപ്പർ ലോറിയിൽ ചിലപ്പോ ഇഷ്ടിക കൊണ്ടുപോകും. ഇഷ്ടിക കയറ്റി വെക്കുമ്പോ അതിങ്ങനെ ബുനിയാനും മർസൂസായിട്ട് ഓരോന്നും പരസ്പരം ഇങ്ങനെ ചേർത്ത് ചേർത്ത് പാക്ക്ഡ് ആയിട്ടാണ് അതിൽ കയറ്റി വെക്കുക, അടുക്കി വെക്കുക. പക്ഷേ ഇറക്കൽ എങ്ങനെയാണ്? ഇറക്കല് ടിപ്പർ ലോറിയുടെ ആ ബോഡി പൊക്കിയിട്ട് ഒരൊറ്റ തട്ടാണ്. അതോടുകൂടി ഇതെല്ലാം കൂടി അങ്ങ് മറിഞ്ഞ് തലകുത്തനെ വീണ് ഓരോന്നിനും പാരയായി ഒന്ന് തട്ടി മറ്റതിന്റെ വക്ക് പൊട്ടി ഇങ്ങനെ എല്ലാം കൂടിയാണ് ഉണ്ടാവുക. അതിന് ഒരു ഒരുമയുണ്ടാകില്ല. അങ്ങനെ അതുകൊണ്ട് അത് വെച്ചിട്ട് വല്ല കുണ്ടും നികത്താം എന്നല്ലാതെ ഒരു ചുമരോ ഒന്നും കെട്ടാൻ സാധിക്കില്ല. വീണ്ടും അതിനെ അടുക്കി ഭദ്രമാക്കി ചേർത്ത് വെച്ചാലേ വല്ല കാര്യവും നടക്കുള്ളൂ. ഈ ടിപ്പർ ലോറിയിൽ നിന്ന് തട്ടിയ ഇഷ്ടികയുടെ സ്ഥിതിയിലാണ് മുസ്ലിം ലോകം ഇന്നുള്ളത്. അതുകൊണ്ടാണ് അവരുടെ കൂട്ടത്തിൽ ഒരു കൂട്ടർ പീഡിപ്പിക്കപ്പെടുമ്പോൾ, കൊല്ലപ്പെടുമ്പോൾ, 10,000-കണക്കിന് ആളുകളെ, 30,000-ത്തിലും ആളുകളെ കൊന്നു കഴിഞ്ഞു. അതിന്റെ എത്രയോ ഇരട്ടി ആളുകൾ പരിക്കേറ്റു. ഒരു പ്രദേശത്തെ മനുഷ്യര് മുഴുവൻ വീടില്ലാത്തവരായി. ഇങ്ങനെയൊക്കെ ആയിട്ടും വലിയ രാജാക്കന്മാരും ഭരണാധികാരികളും സേനാനായകന്മാരും പട്ടാളവും ആയുധങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഒരനക്കവുമില്ലാത്തത്. യശുദ്ധു ബഅലുഹു ബഅല അല്ല, ബുനിയാനും മർസൂസ് അല്ല. ഇതിന്റെ ഗതികേടാണ്. ഇത് ഫലസ്തീനികളുടെ മാത്രം ഒരു പ്രശ്നമല്ല, മൊത്തം മുസ്ലിം ലോകം അരക്ഷിതമാണ്. ഫലസ്തീനികൾക്ക് വന്ന ഗതി ഈ 60ഓളം രാജ്യങ്ങളുടെ കൂട്ടത്തിലെ ഏതിന് വന്നാലും ഇത് തന്നെയാകും സ്ഥിതി എന്നാണ് ഈ പ്രതിഭാസം അടയാളപ്പെടുത്തുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.